ടി.കെ. ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം അതിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പാർട്ടി നേതൃത്വം സ്വീകരിച്ച അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധവും ഉൾപാർട്ടി ജനാധിപത്യം നിരക്കാത്തതുമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പരാജയത്തിന് കാരണമെന്നാണ് പാർട്ടി അണികളിൽ ഉടനീളം ചർച്ച ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇവിടെ ചില ചർച്ചകൾ തന്നെ വന്നിട്ടുള്ളത്, ഒന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ട് നിലപാട്, അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ള തെറ്റായ രീതികൾ, ഇതൊക്കെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് മതേതരത്വ മനസ്സുള്ള ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനിടയായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ CPM-ന് ഇടതുപക്ഷ പാർട്ടിക്ക് ഉണ്ടാവേണ്ടുന്ന മതേതരത്വ നിലപാടിൽ വെള്ളം ചേർക്കുന്ന സംഭവങ്ങൾ പാർട്ടി സഖാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാർട്ടി താഴെ കടയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആ റിവ്യൂ റിപ്പോർട്ടിൽ അത്തരം ഒരു കാര്യവും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ 27 സ്ഥാനാർത്ഥികളിൽ 24 പേരും തോറ്റിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ അംഗീകരിക്കാത്ത സ്ഥാനാർത്ഥികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ 27 പേരും 24 പേരും തോറ്റത്. ഇവിടെ തളിപ്പറമ്പിലും പയ്യന്നൂരും ഉണ്ടായിട്ടുള്ള അനുഭവം ഇതിനു മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ഇതിൻ്റെ തളിപ്പറമ്പിലും പയ്യന്നൂരും പരാജയപ്പെടാൻ ഇടയായതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേലെയാണ് ഇപ്പോൾ കെട്ടിവെക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ്. ഇത് ശരിയായ പാർട്ടി വഞ്ചനയാണ്. വസ്തുതകളും സത്യവും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും മൂടിവെക്കലാണ്. യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റിക്കാണോ തെറ്റുപറ്റിയത്? പാർട്ടിയിൽ സത്യം പറയണ്ടേ? പത്രസമ്മേളനത്തിൽ പറയുന്നില്ലെങ്കിൽ ഇനി പാർട്ടി ഘടകങ്ങൾ പറയോ? അവർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന്. അത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികൾ വന്നത്? ഇവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പാർട്ടിക്കകത്തുണ്ടായില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നോ? ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരുന്നോ? എന്നിട്ടും എങ്ങനെ ആ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വന്നു? ആരാണ് അതിൻ്റെ ഉത്തരവാദി? ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത്? സ്വയം പ്രശ്നമായി പരിശോധിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ജില്ലാ കമ്മിറ്റി 2-3 പേരൊഴിച്ച് എല്ലാവരും ഈ 2 സ്ഥാനാർത്ഥിയെ എതിർത്തല്ലോ. ആ കമ്മിറ്റികളിൽ ഗോവിന്ദൻ മാഷുണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിയിൽ അധ്യക്ഷം വഹിച്ച ഒരാളാണല്ലോ ഞാൻ. എൻ്റെ അടുത്താണല്ലോ ഗോവിന്ദൻ മാഷ് ആ കമ്മിറ്റിയിൽ ഇരുന്നത്. മാഷ് മുഴുവൻ കേട്ടിട്ടുണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ശരിയായ രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. പക്ഷെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.